പഴയ നിയമത്തിൽ സൃഷ്ടികർത്താവായ യഹോവ, പുതിയ നിയമത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം, വെളിപ്പാടിലെ ഇടിനാദവും സർവശക്തനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നതെന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞോ എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് സഭ ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന് എന്ന ഈ ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക. ഇല്ലാഞ്ഞാൽ നന്നല്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് റോമർ 10:9 പറഞ്ഞ യേശു തന്നെ കർത്താവ്, അതായത് പുത്രൻ തന്നെയാണ് യഹോവ. അതായത് നമ്മളിവിടെ നോക്കി യേശയ്യാ പ്രവാചകൻ 35:4 നമ്മൾ പറഞ്ഞു, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവിൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും. എന്താ പ്രതികാരം? നോക്കൂ, നോഹ പോയി പറഞ്ഞപ്പോൾ അനുസരിക്കാത്തവരെ ശിക്ഷിച്ചപ്പോഴാണ് അനുസരിക്കാതിരുന്നപ്പോൾ തന്നെ ന്യായവിധിയിൽ അടയ്ക്കപ്പെട്ടു. ഇന്നും ഇതാ ഞാൻ ഈ ടി വിയിലൂടെ ഇതെല്ലാം സംസാരിക്കുന്നു. ഇങ്ങനെ കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് ഞാൻ എന്നുള്ളതല്ല, ദൈവവചനമാണ് ശിക്ഷ, കുറ്റം വിധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഇത് കേട്ട് വിശ്വസിച്ച് കൊള്ളാം, ഇത് കറക്റ്റാണ് എന്നൊക്കെ തോന്നും. അത് മുള്ളിനിടയിലും പാറപ്പുറത്തും വഴിയരികിൽ വീണതുപോലെയാണ് 99%. കേട്ട് വിശ്വസിച്ച് എന്ത് തീക്ഷ്ണതയും കഷ്ടതയും സ്ഥാപിച്ച് ആ വചനത്തോടു കൂടെ എല്ലാവരും ഒറ്റപ്പെടുത്തും, സഭയിൽ നിന്നൊക്കെ പുറത്താക്കും. ഇപ്പം തന്നെ പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് സത്യം തിരിച്ചറിഞ്ഞിട്ട് സഭയിൽ പറഞ്ഞപ്പോൾ പറഞ്ഞ് പിശാചാണെന്ന്, വരരുതെന്ന് വരെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ മനോഭീതിയുള്ളവരോട് ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും. അതായത് നോഹ ചെന്ന് പറഞ്ഞപ്പോൾ അനുസരിക്കാത്തവൻ ന്യായവിധിയിൽ അടയ്ക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് വെള്ളം വരുന്നത്. ആ വെള്ളം നോഹയും കുടുംബത്തെയും രക്ഷിച്ച അതേ ജലം തന്നെ അവരെ മുക്കിക്കൊന്നു. അതുപോലെ ഞാനിന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഈ പ്രതീക്ഷ വെച്ചിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു, ഈ യേശുക്രിസ്തു തന്നെ നിങ്ങളെ ശിക്ഷ വിധിക്കും. ഇത് 3 എന്ന് പറയുന്നുണ്ട്. പിതാവിൻ്റെ നാമമാണ് കർത്താവ്, പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധാത്മാ നാമം ക്രിസ്തു. ഇത് ആക്ഷരിക നാമം, ഇത് ആത്മീക നാമം. ഇതിലാണ് സഭ കെട്ടപ്പെടുന്നത്. പുതിയ നിയമസഭയിൽ വന്ന യഹോവയായ കർത്താവ് തന്നെയാണ് യേശു എന്ന കർത്താവ് എന്നാണ് പറഞ്ഞു വരുന്നത്. അന്ന് കുരുട്ട് കണ്ണുകളെ തുറക്കാം. അപ്പം നമ്മളിത് വായിച്ചു. ഇനി ഇവിടെ ഒരു പ്രധാന കാര്യം പറയുന്നു. അന്ന് മുടന്തൻ, യെശയ്യാ പ്രവാചകൻ കർത്താവ് വായിച്ചപ്പോഴാണ്, അന്ന് മുടന്തൻ മാൻപേട പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും, മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. ഇതെന്താണെന്ന് അറിയാമോ? കർത്താവ് വരുന്ന സമയത്ത് മരുഭൂമിയിൽ വെള്ളവും. എന്താ ഈ മരുഭൂമി? നമ്മൾ കാണുന്ന സഹാറ മരുഭൂമിയല്ല. കർത്താവ് ഓരോ വചനം പറയുമ്പോഴും അതിന് അകത്താണ് നിഗൂഢ രഹസ്യം. അത് നമ്മൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരുന്നതാണ്. മരുഭൂമി എന്ന് വെച്ചാൽ അറബ് രാജ്യങ്ങളിൽ പറയുന്നില്ല, നനവില്ലാത്ത സ്ഥലം. നനവെന്താ? കർത്താവ് യേശുക്രിസ്തു, സുവിശേഷം, ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്ത സ്ഥലമെല്ലാം ഉണങ്ങി വരേണ്ടതാണ് മരുഭൂമി. അതായത് ഈ ജനങ്ങളെല്ലാം ഉള്ള സ്ഥലത്ത് തന്നെ അവരുടെ ഹൃദയം വരേണ്ടതാണ്, ഉണങ്ങിയതാണ്. അവിടെ വെളിച്ചമില്ല, പ്രകാശമില്ല, വരണ്ടതാണ്. അവിടെ മരുഭൂമിയിൽ വെള്ളം എന്താ? വചനം. അപ്പോൾ ഈ സുവിശേഷം അറിയിക്കാത്ത ജനങ്ങളെടുത്ത്, അല്ലെങ്കിൽ അറിയുന്നു എന്ന് പറയുന്നവൻ്റെ ഹൃദയത്തിനകത്ത് യഥാർത്ഥ സുവിശേഷം അല്ല കിടക്കുന്നത്, അത് വേറൊരു സുവിശേഷം. അവിടെ വെള്ളവും. അടുത്തോ, നിർജ്ജന പ്രദേശത്ത്, ജനമില്ലാത്ത സ്ഥലങ്ങളിൽ ഇവർ ഒത്തുകൂടും. അതായത് സാധാരണഗതിയിൽ വന്നുകൂടാത്ത സ്ഥലങ്ങളിൽ ഒത്തുകൂടുമ്പോൾ തോടുകൾ എന്നാൽ എന്താ പറയുന്നത്? തിരുവചനം വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ, അതായത് സുവിശേഷം, പരിശുദ്ധാത്മാവ്, തോടുകൾ. അപ്പോൾ ഈ ഹൃദയത്തിനകത്ത് മരുഭൂമിയെ പോലെ കിടക്കുന്ന പ്രദേശത്തേക്ക് വെള്ളം കൊടുക്കും, നനവ് കൊടുക്കും. അതാണ് വചനം. അടുത്ത നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. യേശുവിൻ്റെ സുവിശേഷം കേട്ട അപ്പോസ്തലന്മാർ ലോകത്തിൻ്റെ അടുത്തോളം പറയുന്നു, ഈ 2000 വർഷം കൊണ്ട് എല്ലാം ഇന്നും മരുഭൂമിയാണ്. ഈ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തുള്ള സഭ മരുഭൂമിയാണ്. ഓരോ കാലത്തും കർത്താവ് ഓരോ വ്യക്തികളെ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്ത വെളിപ്പാടിൽ അന്ന് അവർ വിശ്വസിച്ചാൽ മതി. പക്ഷേ ഓരോ കാലഘട്ടം കഴിയുമ്പോൾ ദൈവം അപ്പോസ്തലന്മാരെ, അപ്പന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് ഓരോന്നോരോന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പൗലോസിലൂടെ തുടങ്ങി ഒന്നാമത്തെ സഭയിൽ വെളിപ്പാടിനല്ല സഭ തുടങ്ങിയത്. വെളിപ്പാട് നീതീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം. അതെല്ലാം കർത്താവ് യേശുക്രിസ്തു നമ്മൾ സ്നാനം. ഇവിടെ അത് മുഴുവൻ തള്ളിക്കളഞ്ഞു. എന്നാൽ മർത്തോമയും CSIയും വരുന്ന സമയത്ത് നീതീകരണമാണ്. റോമർ 5:1, നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് റോമർ 12:1 വെളിപ്പെടുത്തി കൊടുത്ത്, ലൂതറിൻ്റെ കാലത്ത് അതായത് നീതീകരണം മാത്രം പോരാ, വിശുദ്ധീകരണം കൂടെ വേണമെന്നൊരു ജീവിത വിശുദ്ധി നോക്കണം എന്ന് പറഞ്ഞിട്ട് നാം നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുള്ള ആരാധനയായ ദൈവത്തിന് സമർപ്പിക്കുക. അപ്പോൾ വിശുദ്ധീകരണമായി. ഇത് ഓരോ കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ജനം അത് വിശ്വസിച്ചാൽ മതി. ഇന്ന് ലൂതറൻ സഭയും പെന്തക്കോസ്തും മാർത്തോമയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അവരുടെ കാലത്തെ വചനം അവർ വിശ്വസിച്ചാൽ മതി. അത് കഴിയുമ്പോൾ വീണ്ടും അപ്പോസ്തല പ്രവൃത്തി മുതൽ തുടങ്ങിയ ഓരോ വചനം, ഇവിടെ കത്തോലിക്ക സഭ തകർത്ത് കളഞ്ഞതിന് ഓരോരോ വചനം വെളിപ്പെടുത്തി കൊടുത്തു. ഇറാനിയോസ്, മാർട്ടിൻ, കൊളംബ, ലൂഥർ, വെസ്ലി,
ഇങ്ങനെ ഓരോ വ്യക്തിയിലൂടെയും ദൈവം വിളിച്ച് വേർതിരിച്ച് ഈ വചനങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ കാലത്തുള്ളവർ ആ വെളിപ്പാട് കേട്ട് ക്രിസ്തുവിൽ മരിക്കുമ്പോൾ അവർ അത് വിശ്വസിച്ചാൽ മതി. ഇതേ ലൂഥറൻ സഭ വിശുദ്ധീകരണം പറഞ്ഞു. അന്ന് ആ സമയത്തൊന്നും പരിശുദ്ധാത്മാവ് നൽകിയിട്ടില്ല. അവർ പറഞ്ഞ് നിലച്ചുപോയി. ഇന്നും നിലച്ചു ഇല്ല. അവരുടെ കാലത്ത് അത് വെളിപ്പെടുത്തിയില്ല. കാര്യം എന്താ? ഈ അനീതി കൊണ്ട്, വിഗ്രഹാരാധന കൊണ്ട് ദൈവത്തിന് തൻ്റെ സഭയിൽ കടന്നുകൂടാൻ കഴിയാതായി. പക്ഷേ കുറച്ച് വിശ്വാസികളുണ്ട്. അവർ അവസാനം എല്ലാം കുറഞ്ഞു വന്നു. ഈ വെള്ളം കാണുന്നതാണ് വിശ്വാസികളുടെ ഗണം. ലൂഥറിൻ്റെ കാലം കഴിഞ്ഞു. 1520 മുതൽ 1750 വരെ ലൂഥറൻ സഭയുടെ കാലം. ഇന്നിരിക്കുന്ന ലൂഥറൻ അവരവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിനുശേഷമാണ് പെന്തക്കോസ് വരുന്നത്. ജോൺ വെസ്ലി, ജർമ്മൻകാരനായ ജോൺ വെസ്ലിയോട് വിളിച്ച് 1750 മുതൽ 1906 വരെ പുതിയ നിയമസഭയുടെ ഈ പരിശുദ്ധാത്മാ അഭിഷേകം അയച്ചു കൊടുത്തു. സ്നാനം മുങ്ങിയാണെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പം ബൈബിളിലുള്ള ഓരോ കാര്യങ്ങളും അവർക്ക് വെളിപ്പെട്ട് കിട്ടി. അത് അങ്ങനെ ഈ പെന്തക്കോസിനെ സുവിശേഷം ഇങ്ങോട്ട് അറിയിച്ചപ്പോൾ ഈ സഭയിൽ ഇരുന്നവർ തന്നെയാണ് പെന്തക്കോസിൽ വന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് 7ാമത്തെ ദൈവസഭയിലാണ്. അപ്പോൾ ഇവിടുത്തെ വെളിപ്പാട് കൊടുക്കുകയാണ്, സ്നാനം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ. പക്ഷേ ഈ സഭകളിലേക്കാണ് ഞാൻ വിളിച്ചറിയിക്കുന്നത്. ഈ സഭകളിലേക്ക് അറിയിക്കുന്നവരുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ അവർക്ക് മറഞ്ഞു കിടക്കുന്ന സത്യം ഈ അന്ത്യകാലത്ത് ദൈവം ഒരുവരിലൂടെ വെളിപ്പെടുത്തി. വില്യം ബ്രൻഹാം എന്നൊരു വ്യക്തിയിലൂടെ, സാധാരണ മനുഷ്യനിലൂടെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ കർത്താവ് വിതച്ച ഗോതമ്പുകൾ മാത്രമേ ഇവിടെ വരുള്ളൂ. കാര്യം ഈ 3ാമത്തെ വെളിപ്പാട് പുസ്തകം 3ാമത്തെ അധ്യായത്തിൽ ഒരു ഇടുക്ക് വാതിലാണ് തുറന്നു വച്ചിരിക്കുന്നത്. ആ വാതിൽ വഴി, അതുകൊണ്ടാണ് നമ്മൾ സ്നാനം കർത്താവ് യേശു, എല്ലാം വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലത് കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ വിശ്വസിച്ച് അത് മാത്രം ചെയ്യുന്നവൻ മാത്രമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നിട്ടും തെറ്റിപ്പോകുന്നവരുണ്ട്. അപ്പോൾ ലാസ്റ്റ് സഭയിൽ വരുന്നത് ഒറിജിനൽ ഗോതമ്പിനെയാണ് കളപ്പുരയിലേക്ക് ശേഖരിക്കുന്നത്. അപ്പോൾ മരുഭൂമിയിൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഉണങ്ങി വരണ്ട് കിടക്കുന്ന കർത്താവ് യേശു ക്രിസ്തു നാമത്തിലല്ല ഇവിടെ സ്നാനവും പ്രത്യാശയും കൈവെപ്പും കൂട്ടായ്മ അപ്പം തുറക്കലും. ഇവിടെ വിവാഹം യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യില്ല, വീട് വെഞ്ചരിപ്പ് യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യില്ല, മരണടക്ക ശുശ്രൂഷ യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യില്ല, സ്നാനം യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്നിടത്താണ് ഈ ജലം ഇന്ന് മരുഭൂമിയോല കിടക്കുന്നിടത്ത് ഈ സുവിശേഷം അറിയിക്കുന്നത്. ഇനി എഫെസ്യരിലാണ് നമ്മൾ കണ്ടു ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുന്നത്. ആരാണ് നമ്മൾ കണ്ടു? കയറി എന്ന് പറയുന്നതിന് അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയല്ലോ. ഇനി മത്തായി 11:5 നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരാഗ്രഹത്തിൽ കിടക്കുന്ന യോഹന്നാൻ സ്നാപകൻ, അവനെ രക്ഷിക്കാൻ യേശു വരുമെന്ന് അവൻ വിചാരിച്ചു. ആ രക്ഷിക്കാൻ വരാത്തതുകൊണ്ട് നീ തന്നെയാണോ മറ്റൊരുവനെ കാത്തിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ യേശു പറയാണ് ബദ്ധന്മാരെ വിടുവിക്കാനും കുരുടന് കാഴ്ച നൽകാനും ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കാനും ആ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഇടയ്ക്കാണ് അത്രയും കാര്യം പറഞ്ഞത്. ഇനി തിരികെ നമ്മൾ മത്തായി 11:5 വരെയാണ് അതിനെ തുടർന്ന്. അപ്പം കുരുട്ടുകളൊക്കെ തുറക്കുവാൻ എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പേൻ. കാര്യം എന്താ? അവന് അറിയേണ്ട വ്യക്തിയായിരുന്നു. ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട, ജനനം കൊണ്ട് തന്നെ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. എന്നാൽ യേശു പറയാണ്, എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ. കാര്യം എന്താ? നോക്കൂ, യെശയ്യാ പ്രവാചകനിൽ ഒരുവൻ വന്നാൽ ചെയ്യുമെന്ന് പറഞ്ഞത് ആരാ? യഹോവ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ശരീരം എങ്കൽ ഇടറിപ്പോകാത്തവൻ, ജഡീകൻ ജഡശരീരത്തിൽ നോക്കിക്കൊണ്ട് അകത്തിരിക്കുന്ന ആത്മാവിനെയോ ആത്മാവിൻ്റെ പ്രവൃത്തിയോ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഇടറിപ്പോവുകയാണ് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ളവർ ഇന്ന് മൂന്നായിക്കൊണ്ടിരിക്കുന്നു. ഒരുവനേ ഉള്ളൂ, പിതാവ് തന്നെ കർത്താവ്, പുത്രനാണ് യേശു, പരിശുദ്ധാത്മാ ക്രിസ്തു, കർത്താവായ യേശു ക്രിസ്തു. ഈ 3 വ്യക്തി എന്ന് ഉദ്ദേശിക്കുന്നത് അവർ 3 സെപ്പറേറ്റ്. എന്നാൽ ഒരു വ്യക്തിയാണ് 3 സ്ഥാനങ്ങൾ വന്നത്. ഇത് ആക്ഷരിക നാമം, ഇത് ആത്മീക നാമം. അവിടെ പറയാണ് എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. അടുത്ത് പറഞ്ഞു, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുൻപായി അയക്കുന്നു, അവൻ നിന്റെ മുമ്പിൽ നിനക്ക് വഴിയൊരുക്കും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നവൻ അവൻ തന്നെ. യേശു ക്രിസ്തുവാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകന് ചൂണ്ടിക്കാണിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. മുൻപായി ഒരുവനെ ഏലിയാവിൻ്റെ ആത്മാവുമായി അയക്കുമെന്ന് പറഞ്ഞവൻ ഇവൻ തന്നെ. ഈ വന്ന് അറിയിച്ച്, യോഹന്നാൻ പറഞ്ഞത് കേട്ട് വന്ന് അറിയിച്ചവരോടും പറയുകയാണ്, നമുക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. എന്നിട്ടും ഇത് വായിച്ചിട്ടും പഠിച്ചിട്ടും ഭൂമിയിലെ സകല സഭകളും തെറ്റിയിരിക്കുന്നെങ്കിൽ കുരുടരല്ലേ? അവർക്ക് കാഴ്ച കൊടുക്കാൻ ആ കർത്താവ് എളിയെ എന്നെ ഉപയോഗിച്ചു. ഒരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്, ഞാനൊരു പാപി തന്നെ ആയിരുന്നു. ദൈവം വിളിച്ചു വേർതിരിച്ചു, അത് അംഗീകരിച്ചു. കർത്താവെ, ഞാൻ ഏതുമില്ല, ദൈവത്തിൻ്റെ വചനം ഘോഷിക്കുന്നു. അപ്പോൾ ഈ വന്നവൻ ആർക്ക് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചത് യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഏറിയ പ്രവാചകന്മാർ കാണാൻ ആഗ്രഹിച്ചത് അവരുടെ യഹോവ രക്ഷകൻ മശിഹ വരുമ്പോൾ കാണണമെന്ന് അവരിലൂടെ പ്രവചിച്ച് പറഞ്ഞു വെച്ചിരുന്നതിനെ അവർക്കാർക്കും കാണാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, പഴയ നിയമത്തിലെ പാപികളായ വ്യക്തിയെ ഒരുവന് ദൈവരാജ്യത്തിന് അവർക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന ദൈവരാജ്യത്തിലേക്ക് പോകണമെങ്കിൽ ഇതിനിടയ്ക്ക് യഹോവ വരും രക്ഷിക്കാനായിട്ട്. യഹോവ തന്നെ, നമ്മുടെ ദൈവം തന്നെ ഇറങ്ങി വരുമെന്ന് ആ യഹോവയെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച പ്രവാചകൻ ആ യഹോവയെ ശരീരധാരിയായി കണ്ടു. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത്. ഇനി 11:20 ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ. ഇവിടെ
നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു യഹോവയാണ് ഇറങ്ങി വരുന്നത്. യഹോവ തന്നെ വന്നു, പക്ഷെ വന്നത് മന്ദിരത്തിലേക്കാണ്. വന്നപ്പോൾ പേര് യേശു എന്ന് പറഞ്ഞു. ഇന്നലെ ധാരാളം പേര് വിളിച്ചിരുന്നു. യേശു ദൈവത്തെ കർത്താവ് എന്ന് വിളിച്ചിരിക്കില്ല. അപ്പം കർത്താവാണെങ്കിൽ താൻ തന്നെ തന്നെയാണോ വിളിച്ചത്? നോക്കൂ, അത് ബുദ്ധിയിലാണ്. ഇവിടെ ഇപ്പം പറഞ്ഞുള്ളൂ യേശു, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ഇന്ന് മറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇത് രണ്ട് വ്യക്തിയും തോന്നുന്നത്. ഇതാര്? ഈ യേശു തന്നെ കർത്താവ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ചോദിക്കുക, എന്നാൽ പിന്നെ ഈ കർത്താവ് എന്തിനാ കർത്താവിനോട് പ്രാർത്ഥിച്ചത്? നോക്കൂ, യേശു വന്നതൊരു റോൾ മോഡൽ കാണിക്കാനാണ്. അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയായ മക്കളോട് ആത്മാവായ ദൈവം വചനം പറഞ്ഞപ്പോൾ അവർക്ക് അനുസരിക്കാൻ പറ്റിയില്ല. ഏറിയ ഭാഗം പുരോഹിതന്മാരും തെറ്റിപ്പോയി. അങ്ങനെ ആ ദൈവം തന്നെ ശരീരധാരിയായി ദൈവമെന്ന ആ വചനം നൽകുന്നവനെ എങ്ങനെ അനുസരിക്കണമെന്നത് റോൾ മോഡൽ കാണിച്ചു തരികയാണ്. സ്നാനക്കുളത്തിൽ 3 പേരെ കണ്ടു എന്ന് പറഞ്ഞു. അവിടെ ആരെയും കണ്ടില്ല, യേശുവിൻ്റെ ശരീരം മാത്രമേ കണ്ടുള്ളൂ. ഒന്ന് ശബ്ദമാണ് കേട്ടത്. അപ്പോൾ ഒരു വിശ്വാസ സ്നാനം സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവ് ലഭിക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കൂ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ഈ ദൈവിക രഹസ്യങ്ങളെല്ലാം ഇന്നും ലോകത്തിന് മറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ബൈബിളാണ് പറയുന്നത്. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. ഇന്നലെയും 2-3 BTH എടുത്തവർ എന്നെ വിളിച്ച് ഇതേ വചനം കണ്ടോ, പിതാവിനെ ആരെന്നറിയുന്ന പുത്രനല്ലേ എന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, അങ്ങനെയല്ല. എൻ്റെ വെളിപ്പാട് ഞാൻ പറഞ്ഞുതരാം. പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത് പിതാവല്ലാതെ പുത്രനെ ആരും അറിയുന്നില്ല. ഈ പുത്രൻ ആരാണ്? പുത്രൻ വെച്ചാൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് അനുസരിക്കുന്നവൻ്റെ റോൾ മോഡലാണ് യേശു. അപ്പം ഞാൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ എന്നെ ദൈവം തൻ്റെ പുത്രൻ എന്ന് പറയും. ഈ ദൈവാത്മാവ് പ്രാപിച്ച ഈ പുത്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യം ദൈവം വെളിപ്പെടുത്തി. ഇതൊരു കൈവഴിയാണ്. സ്വർഗവും മനുഷ്യനും തമ്മിലുള്ള കൈവഴിയാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ലഭിച്ചവനെയാണ് പുത്രൻ എന്ന് പറയുന്നത്. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവന് ഇത് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് എനിക്ക് ഉത്തമ ബോധമുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം മനസ്സിലാവും. ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാണ് പിതാവ് ആരാണെന്ന്. പിതാവായിരുന്നു പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും അറിയില്ല. ആമേൻ. നിങ്ങളിതിനെ രണ്ടാക്കി എടുക്കുന്നു. ഇന്നും ഭൂമിയിലെ ഏതൊരു പുരോഹിതനായാലും പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ അവൻ ദൈവ പുരുഷനാണ്, പുത്രനാണ്. അവനാണ് ഈ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അവനാണ് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളത്. അല്ലാതെ ഇതിനെ വായിക്കുമ്പോഴൊക്കെ രണ്ടായി കാണുന്നെങ്കിൽ അത് പ്രാകൃത മനുഷ്യനാണ്. പരിശുദ്ധാത്മാവ് ലഭിക്കാത്തത് കൊണ്ടാണ്. യേശു ഇത് പറഞ്ഞുകൊണ്ട്, യേശുവിൻ്റെ പുത്രൻ വെച്ചാൽ വചനത്തെ അനുസരിക്കുന്നവനാണ് പുത്രൻ. സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ ദൈവം പറയണം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. 3 പേരെ കണ്ടു എന്നല്ല അവിടെ. അപ്പോൾ ഇവിടെ വ്യക്തമായി ഇതുപോലെ ഓരോ വചനത്തിനും ധാരാളം മർമ്മങ്ങളുണ്ട്. ഞങ്ങളതൊക്കെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായി പുറത്തേക്ക് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇത് കേട്ട് വിശ്വസിക്കുന്നവർ, കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും വിളിക്കുക. അപ്പോൾ നോക്കും, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. അതിൻ്റെ മർമ്മോദയമോ? ഒരുവൻ പരിശുദ്ധാത്മാവ് പ്രാപിച്ചോ ഇല്ലേ എന്ന് ഭൂമിയിലെ ഒരു മനുഷ്യനും കൺഫേം ചെയ്യാൻ പറ്റില്ല. അത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. കാര്യം എന്താ? അവൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ വചനത്തെ നൽകുന്നത് ദൈവം തന്നെയാണ്. അവൻ പുത്രൻ. ഈ പുത്രൻ നോക്ക്, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. ഒരു ദൈവവിശ്വാസിയെ ദൈവത്തിനെ അറിയാവൂ. നമ്മളൊക്കെ പ്രത്യാശ വെച്ചിരിക്കുകയാണ്. ഇനി അടുത്ത് തിരിച്ച്, അപ്പം ദൈവം യഥാർത്ഥത്തിൽ പുത്രൻ എന്ന് ദൈവം കാണുന്ന വ്യക്തിക്ക് ഇനി ഈ വ്യക്തിക്ക് ആരെ മനസ്സിലാവും? പിതാവിനെ മനസ്സിലാവും. അതാണ് അടുത്ത് പറയുന്നത്. പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പം പുത്രന് പരിശുദ്ധാത്മ ലഭിക്കുമ്പോൾ ആത്മാവിലാണ് ഈ കാര്യങ്ങൾ ഗ്രഹിക്കുമ്പോൾ അവനാണ് ഇപ്പം ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി മുതൽ ഞാൻ വെളിപ്പെടുത്തി തന്നു. വെളിപ്പെടുത്തിയപ്പോൾ യഹോവ രക്ഷിതാവ്, വീണ്ടെടുപ്പുകാരൻ, ഇസ്രായേലിൻ്റെ രാജാവ് തന്നെയാണ് വരുന്നത്. സൈന്യങ്ങളുടെ യഹോവ തന്നെയാണ് ഭൂമിയിൽ വരുന്നത്. അവൻ വരുന്നതിന് മുമ്പേ ഒരു ദൂതനെ അയക്കും. അവൻ ഏലിയാവിൻ്റെ ആത്മാവുമായാണ് വരുന്നത്. അത് യോഹന്നാൻ സ്നാപകനാണ് ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ യോഹന്നാൻ സ്നാപകൻ പോലും ജയിലിൽ കിടന്നപ്പോൾ രക്ഷിക്കാൻ ചെല്ലാത്തത് കൊണ്ട് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീ തന്നെയാണോ, മറ്റൊരുവനെ കാത്തിരിക്കണോ? അവൻ്റെ മുമ്പിലാണ് കർത്താവ് ഇത്രയും കൂടെ പറഞ്ഞു കൊടുക്കുന്നത്. അവൻ്റെ മുമ്പിൽ മാത്രമല്ല, ഇന്ന് നമുക്കും കൂടെ പഠിക്കുവാനാണ്. അപ്പം പിതാവായിരുന്നും പുത്രനായിരുന്നു മനസ്സിലായല്ലോ. പരിശുദ്ധാത്മ ലഭിക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യം വെളിപ്പെടുകയും അവനും മാത്രമേ പിതാവാരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. ദൈവത്തിനും ഈ പുത്രനെ മാത്രമേ പുത്രനായിട്ട് അംഗീകരിക്കുകയുള്ളൂ. 1 യോഹന്നാൻ 4:2 പറയുന്നു, ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചവന് മാത്രമേ ദൈവം ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അവന് മാത്രമേ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുള്ളൂ. അവനെ ഭൂമിയിലെ വിശ്വാസികളെന്ന് പറയുന്നവർ അന്നും ഇന്നും എന്നും കല്ലെറിയും.
യേശു ഒരു വെളിപ്പാട് പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉണ്ട്, ഉടനെ എറിയാൻ കല്ലെടുത്തു. അതുപോലെ തന്നെയാണ് ഇന്നത്തെ ജ്ഞാനികളെല്ലാം. ഇത് അറിയാത്തവരോ, ഞങ്ങൾ ഇത്രയും കാലം പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടും ഇത്രയും, ഇന്നലെയൊക്കെ എന്നെ വിളിച്ചത് ഗ്രീക്ക് പഠിച്ച പണ്ഡിതന്മാരെ വിളിച്ചു, എബ്രായ ഭാഷ പഠിച്ചവർ, പിന്നെ ഗ്രീക്ക് എബ്രായ ഭാഷ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച പണ്ഡിതന്മാരെ വിളിച്ചിരിക്കുന്നു. അവർക്കെല്ലാം മറച്ചു വച്ചിരിക്കുന്ന കർത്താവ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ദൈവാത്മാവിന് ഇതിനാലറിയാം. എങ്ങനെ അറിയാം? യേശു ക്രിസ്തു ജഡത്തിൽ വന്നു. അതായത് പഴയ നിയമത്തിലെ സൃഷ്ടികർത്താവായി, ഇസ്രായേലിന്റെ രാജാവായി, സൈന്യങ്ങളുടെ യഹോവ ആത്മാവായി നിന്നവൻ മന്ദിരത്തിലേക്ക്, മലാഖി 3:1 പറഞ്ഞു, മന്ദിരത്തിലേക്ക് വരും. അവർ വ്യാഖ്യാനിച്ചത് യെരുശലേമിൽ വരുന്നു. അവൻ കന്യകയിൽ നിന്നൊരു ജഡശരീരം എടുത്ത് ആ മന്ദിരത്തിലേക്ക് തന്നെയാണ് വന്നത്. അവർക്കൊന്നും മനസ്സിലായില്ല. കാരണം എന്താ? അവരതിനെ വ്യാഖ്യാനിച്ച് തെറ്റിച്ചിരുന്നു. യേശു ക്രിസ്തു ജഡത്തിൽ വന്നി എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ഇങ്ങനെ വിശ്വസിക്കുന്ന വ്യക്തി എന്നല്ല, ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ആത്മാവായ ദൈവം, അങ്ങനെയുള്ള ആത്മീയനെ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനെന്ന് കാണുന്നുള്ളൂ. ഒരു കന്യകയിലൂടെ ഒരു സാധാരണ പുത്രൻ ജനിച്ചു വരും പോലെ യേശു ഇവിടെ ജനിച്ചു. യേശു ക്രിസ്തു ദൈവമല്ലേ? മറിയ ദൈവത്തിൻ്റെ അമ്മയോ? അപ്പോൾ നമ്മൾ ജഡത്തിൽ നോക്കുമ്പോൾ ഇതെല്ലാം ശരിയും തോന്നും, ആത്മാവ് പ്രാപിക്കുമ്പോൾ ഇതൊക്കെ വിട്ടുപേക്ഷിക്കാൻ തോന്നും. നോക്കൂ, ഇങ്ങനെ എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. അടുത്ത്, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തു തന്നെ. ഇവിടെ ഒരു മർമ്മം ഹൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് കർത്താവ്. പറയാം, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരാത്മാവും, യേശുവിനെ സ്വീകരിക്കാത്ത, അവിടെ നിന്ന് ഒരു കാര്യം കൂടെ പറയണമായിരുന്നു. എന്താണ്? ഇപ്പോൾ മുൻപോട്ട് പറഞ്ഞ സൃഷ്ടിതാവായ യഹോവയായ ദൈവം തന്നെ രക്ഷിതാവായി വരും. നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, നിങ്ങളുടെ സ്വന്തമായി തിരഞ്ഞെടുത്തവൻ, പിതാവ് ആര്, മക്കൾ ആരെന്ന് മനസ്സിലായി, മക്കളുടെ ഇടയിലേക്ക് വരുന്ന പിതാവാണ്. ഇതെല്ലാം ഇത് പുരോഹിതന്മാർ പഠിപ്പിക്കേണ്ടതാണ് സഭയിൽ. ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും മാത്രമാണ് ദൈവത്തിൻ്റെ പുത്രൻ. ഇല്ലാതെ ഉള്ള എന്ത് പഠിപ്പിച്ചിരുന്നാലും അവർ ആരാ? എതിർ ക്രിസ്തു തന്നെ. പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്നത് അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തുണ്ടെന്ന. സഭയ്ക്കകത്തും കുറേ ഭാഗം. കാര്യം യേശു ക്രിസ്തുവിൻ്റെ കൂടെ യൂത ഉണ്ടായിരുന്നു. യേശുവാണ് തല, ക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരാണ് സഭ. അതിനകത്തും പിശാചുണ്ടായിരുന്നു. ബുദ്ധിയുള്ള മണവാട്ടിമാർ 3 പേരും, മറുമലയിൽ ബാക്കി ഉറങ്ങുന്ന മണവാട്ടി 1 പിശാചുണ്ടായിരുന്നു. ഇനി ഈ പറഞ്ഞ സത്യങ്ങളെല്ലാം നമ്മൾ കേട്ടു. പക്ഷേ ഇത് ഗ്രഹിക്കണം, എന്ത് ചെയ്യണം? 1 കൊരിന്ത്യർ 12:3, പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ജനവും, ഞാനും പെന്തക്കോസ്തിൽ ഇരുന്നതാണ്, ഈ ശരിയായ വെളിപ്പാട് അത് എപ്പോഴാണ് കിട്ടിയതെന്ന് കൂടെ പറയാം. ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവെന്ന ദാനം ആരാണെന്ന് നമ്മളിപ്പോൾ നോക്കിയത്? ബദ്ധന്മാരെ വിടുവിച്ച് മുകളിലേക്ക് കയറി അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. ഈ ദാനം എന്തെന്നാ സങ്കീർത്തനത്തിൽ പറഞ്ഞത്? യഹോവ തന്നെ. സമ്മതിച്ചു തരുമോ? പരിശുദ്ധാത്മാവ് യഹോവ എന്ന സങ്കീർത്തനം 68:18 പറഞ്ഞത്. അവർക്ക് ബദ്ധന്മാരെ വിടുവിച്ചു കൊണ്ടുപോകുമ്പോൾ യഹോവ വസിക്കേണ്ടതിന്, അതായത് അവർക്ക് നല്ല ദാനം പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അത് യഹോവയാണ്, ആരും സമ്മതിക്കില്ല. പക്ഷേ ഇത് സമ്മതിച്ചില്ലെങ്കിൽ എൻകൾ ഇടറുകയാണ്. എൻകൾ ഇടറാത്തവനാണ് ഭാഗ്യവാൻ. കാര്യം എന്താ? ഈ പിതാവിൻ്റെ നാമം കർത്താവ്, പുത്രൻ്റെ നാമം യേശു, പരിശുദ്ധാത്മാവിന്റെ നാമം ക്രിസ്തു. അങ്ങനെ വേർതിരിച്ച് കണ്ടാൽ അവൻ ഇടറിയവനാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ യേശു മണ്ടൻ എന്ന് കയറേണ്ടി വരും. ഈ പരിശുദ്ധാത്മ പ്രാപിക്കാത്ത ഭൂമിയിലുള്ള എല്ലാവരും യേശു കർത്താവ് എന്ന് പറയുന്നു. പക്ഷേ കർത്താവ് അവിടെ ഒരു മർമ്മം പറഞ്ഞിട്ടുണ്ട്, ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഞാൻ ഹൃദയങ്ങൾ എത്രയും നോക്കുന്നത്, അതെന്തെന്നറിയാമോ? അതുകൂടെ പറഞ്ഞുതരാം. ഹൃദയത്തിൽ അവനൊരു വെളിപ്പാട് കാണും, ബുദ്ധിയിൽ മനസ്സിലാകുന്നതല്ല. ഇപ്പം യേശുവാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറയാം. അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവരാണല്ലോ നമ്മളായിരിക്കേണ്ടത്. അബ്രഹാം ഒരു കാഴ്ച കണ്ടു. എന്താണ്? കുഞ്ഞിനെയും കൊണ്ട് യാഗമർപ്പിക്കാൻ പോകുന്ന യാത്ര പറയുമ്പോൾ തന്നെ അവൻ പറയാണ്, ഞങ്ങൾ പോയി മടങ്ങി വരട്ടെ. കണ്ടോ? അതായത് അവിടെ ചെന്നാൽ എന്ത് സംഭവിക്കും? എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കിക്കൊണ്ട് ദൈവം ഒരു കുഞ്ഞാടിനെ നൽകുമെന്ന് മുന്നമേ കണ്ടു. അപ്പോൾ ഇതാണ് ഹൃദയത്തിലുള്ള വിശ്വാസം. ഇത് അബ്രഹാമിൻ്റെ പുറത്ത് നോക്കിയ ഭാര്യയ്ക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അതുപോലെ ഇന്നത്തെ ഭൂമിയിലെ സകല സഭകൾ ഞാൻ യേശുവിനെ കർത്താവ് തന്നെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയല്ല, ഹൃദയം കൊണ്ട് ഇത് ഒന്ന് എന്ന് വിശ്വസിക്കണം. അവൻ ഹൃദയത്തിലൊരു കാഴ്ച കാണുന്നത് ആ വചനമാണ് ഇതുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം മുതൽ പറയുന്നത് യഹോവയായ സൃഷ്ടികർത്താവായ ദൈവം, ഇസ്രായേലിന്റെ രാജാവ് തന്നെ ഇറങ്ങി വരൂ എന്നുള്ള വചനം നമ്മൾ കണ്ടു. ആ വന്നവൻ മന്ദിരത്തിൽ ശരീരത്തിൽ തന്നെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച കാണണം, ഹൃദയത്തിൽ ഉറപ്പിക്കണം. ആ ഉറപ്പോടും കൂടെ യേശു കർത്താവ് എന്ന് പറയാതെ ഉള്ളവർ എല്ലാം പാപത്തിൽ മരിച്ചിരിക്കുന്നു. തൊട്ട് താഴോട്ട് പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ യേശുവിനെ കർത്താവ് എന്ന് വിളിച്ചാരതാണെന്നറിയാമോ? ഭൃത്യമായി വിളിച്ചു, കുരുടൻ വിളിച്ചു, വേശ്യയെ വിളിച്ചു, ചുങ്കക്കാരി വിളിച്ചു,
ഗർഭദേശ ഭൂതം, ഇതുപോലെ ഭൂതം പിടിച്ച് കിടന്നവരും പാപികളും എല്ലാം യേശുവിനെ കർത്താവെ എന്ന് വിളിച്ചു. യേശുവിനെ നോക്കിയിരുന്ന പള്ളിപ്രമാണിമാരും മുഴുവൻ വിളിച്ചത് ബേൽസബൂൽ, ഭൂതം, നിനക്ക് ഭ്രാന്തുണ്ട് എന്നാ വിളിച്ചത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ സത്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്കും പുരോഹിതന്മാർക്ക് ഇരിക്കാൻ പറ്റില്ല. പഴയ നിയമത്തിലെ യഹോവ വരും, യഹോവയ്ക്ക് മുമ്പായി വഴിനിരത്തേണ്ട ഒരുവനായിരിക്കും. അത് സുവിശേഷങ്ങളിൽ വന്നപ്പം യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിച്ചത് യേശു ക്രിസ്തുവിനെ. ആരാണ്? ഇമ്മാനുവൽ, ദൈവം. ദൈവങ്ങളിൽ ഒരുവനല്ല, ദൈവം തന്നെയാണ് വന്നത്. ഇനി അതിനുള്ള ചില തെളിവുകൾ നോക്കുകയാണ്. യഹോവ അവകാശപ്പെട്ടിരുന്ന അല്ലെങ്കിൽ യഹോവ പറഞ്ഞിരുന്ന അതേ കാര്യം യേശു ക്രിസ്തുവിന് പറയുന്നുണ്ടെങ്കിൽ ഒന്നും ഉറപ്പിച്ചോളണം. പുരോഹിതൻ സമ്മതിച്ചില്ല, ഇത് വെളിപ്പെടാത്ത വിശ്വാസികൾ സമ്മതിച്ചില്ല. നിങ്ങൾ ആ വചനത്തോടൊപ്പം നിന്നോളുക, കർത്താവ് നിങ്ങൾ ആ വചനം കൊണ്ടുപോകും. അത് നോക്കുക. ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ ആരാണെന്ന് നോക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ 44:6 പറയുന്നത്, ഇസ്രായേലിൻ്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവ, അവൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവാര്? സൈന്യങ്ങളുടെ യഹോവ ആണല്ലോ, ഉറപ്പാണ്. കാര്യം ഒരുപാട് വചനമുണ്ട്. ഇനി ഇത് യേശു ആണോ എന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 1:47 യേശു നഥനയേലിനെ കണ്ടിട്ട്, തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യേശു പറയാണ്, ഒരു അറ്റസ്റ്റേഷനാണ്, യേശുവിൻ്റെ വാക്കാണ്, ശ്രദ്ധിക്കുക. ഇതാ സാക്ഷാൽ ഇസ്രായേലൻ, ഇവനിൽ കപടമില്ല. യേശു ആദ്യമേ പറയുകയാണ്, ഈ വരുന്ന നഥനയേൽ കള്ളം പറയുന്നവനല്ല, കള്ള ജീവിതം, ഭോഷ്ക് ജീവിതമുള്ളവനല്ല, ദൈവം സ്വപ്നം കണ്ട ഒരു ഇസ്രായേലിനെ പോലെ ജീവിക്കുന്ന ഒരുവൻ. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, അവനിൽ കപടമില്ല. ഇനി അവൻ പറയുന്ന കാര്യം നോക്കുക. യോഹന്നാൻ 1:48 നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ്, നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് അത്തി എന്നറിയാമോ? അവൻ ഏതോ അത്തിയുടെ മുട്ടിൽ കാറ്റ് കൊള്ളാനിരുന്നതൊന്നുമല്ല. ഇത് പറയുന്നത് കർത്താവാ, സൃഷ്ടികർത്താവായ ദൈവമാണ്. അത്തിയുടെ മൂടെന്ന് പറഞ്ഞാൽ അത്തി യഹൂദനാണ്. അവനൊരു യഹൂദനാണ്. അവൻ എവിടെ ഇരുന്നു? യാക്കോബിലിരുന്നു, അബ്രഹാമിലിരുന്നു, ആദാമിലിരുന്നു. ആദാം ദൈവത്തിലിരുന്നു. നീ എന്നിലുള്ളപ്പോഴേ ഞാൻ നിന്നെ കണ്ടു എന്നാ. ഇതാ പ്രീ ഡെസ്റ്റിനേഷൻ, മുൻകുറിക്കപ്പെട്ടവർ. ലോകസ്ഥാപനത്തിന് മുമ്പേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കർത്താവ് പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നവ. അവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കുള്ളൂ. നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണ വരും. ഇപ്പോൾ ഇത്രയും കേട്ട സമയം, ദൈവം വെളിപ്പെടുത്തി തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെയല്ല. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ 1000 പേരെ വിളിച്ച് വേർതിരിക്കുകയാണ്. എൻ്റെ ഒരു ഉദ്ദേശത്തിന് വേണ്ടി കുറച്ച് വ്യക്തികളെ എടുക്കണം. 1000 പേരെ ഞാൻ വിളിച്ച് വേർതിരിക്കുന്നു. അതായത് ദൈവം ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിക്കുന്നു, എന്നിട്ട് ദൈവം തൻ്റെ വചനം കൊടുക്കുന്നു. അപ്പോൾ ഈ 1000 പേരെ വിളിക്കുമ്പോൾ ഞാനൊരു ദൈവമാണെങ്കിൽ ഇതിൽ ഏതൊരു വ്യക്തിയാണ് എൻ്റെ ഇച്ഛപ്രകാരം ജീവിക്കുന്നത് എന്ന് മുൻകൂട്ടി എനിക്കറിയാം. ഈ 1000 പേരെ വിളിക്കുന്നതിന് മുമ്പേ, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അറിയാം. എങ്കിൽ അവൻ അന്ന് ഏത് പേരിടുമെന്നും ഈ 1000 പേരിൽ ഏതൊരുവനാണ് അവസാനം മരണപര്യന്തം അല്ലെങ്കിൽ ജീവപര്യന്തം വിശ്വസിച്ച് നിൽക്കുന്നതെന്നും കർത്താവിന് മുന്നമേ കാണാൻ കഴിയാവുന്നതുകൊണ്ട് അവൻ്റെ പേർ ജീവസിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഫിലിപ്പോസ്, അവൻ അത്തിയുടെ മുകളിൽ അവൻ എന്നിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ അനേകം ജനങ്ങളെ സൃഷ്ടിച്ചു. ഈ ജനങ്ങളിൽ വെച്ച് വ്യത്യസ്തനായിരിക്കുന്നത് ആരാണെന്ന് ദൈവത്തിന് മുന്നമേ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് അതിനെ ദൈവം എന്ന് പറയുന്നത്. ഈ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചാലും ഏറിയ പുരോഹിതന്മാർക്ക് ദൈവവുമായുള്ള ബന്ധവും ഇങ്ങനെ തന്നെയാണ്. അത്തിയുടെ കീഴിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു പറഞ്ഞു. ഉടനെ യോഹന്നാൻ 1:49 നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ. ഇത് മനഃപൂർവ്വം പറഞ്ഞതാണ്. അടുത്തവൻ പറയുന്നത്, കള്ളം പറയില്ല എന്ന് പറഞ്ഞവൻ പറയാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവ്. ഈ പള്ളി പ്രമാണി എടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കും. അതെ, ഞങ്ങൾ വിശ്വസിക്കുന്നു, എഴുതി വെച്ചിട്ട്. അങ്ങനെ വിശ്വസിക്കില്ല. സൈന്യങ്ങളുടെ യഹോവ എന്ന ഇസ്രായേലിൻ്റെ രാജാവ് തന്നെയാണ് ശരീരത്തിൽ, മറിയിൽ നടന്ന ശരീരത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. അവൻ തന്നെ ദൈവം. ഇത് രണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപത്തിൽ മരിച്ചിരിക്കുന്നു. അതാണ് യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അത് തന്നെ ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമിയിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും ഈ ആക്ഷരിക വാക്ക് കൊണ്ടുവന്നിട്ട് ഇതിനെ 3 ആക്കുന്നുവെങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല, പാപത്തിൽ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. എനിക്ക് ലഭിച്ച ഈ താലന്ത് ഞാൻ കൊണ്ട് കുഴിച്ചിട്ട കർത്താവിനെ ദുഷ്ടദാസനെ എന്ന് വിളിക്കും. വിനിമയം ചെയ്യണം, എന്ത് തന്നെ വന്നിരുന്നാലും. യോഹന്നാൻ 1:49 നഥനയേൽ പറഞ്ഞത്, നീ ദൈവപുത്രൻ. അതെ, അതുകൂടെ കാര്യം പറയും. ദൈവപുത്രൻ യേശു വരുമ്പോൾ 3 ശുശ്രൂഷയുണ്ട്. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, ദാവീദ് പുത്രൻ. ഇതിൽ ആ സമയത്ത് നടക്കുന്ന ഒരു ശുശ്രൂഷ മനുഷ്യപുത്രൻ എന്ന ശുശ്രൂഷ മാത്രമാണ് യേശുവിൻ്റെ. ദൈവപുത്രൻ എന്ന ശുശ്രൂഷ യേശു ഉയർത്തെഴുന്നേറ്റ് പോയ ശേഷം ഇന്ന് അടുത്ത് യേശു ക്രിസ്തു വരുന്നതും വരെ ഉള്ള ശുശ്രൂഷയാണ് ദൈവപുത്രൻ്റെ. അതായത് ദൈവാത്മാവിനാൽ അപ്പോസ്തലന്മാരെ വഴി നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്. ദൈവാത്മാവ് വഴി നടത്തുന്ന ഏവരാണ് ദൈവത്തിൻ്റെ പുത്രൻ. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രൻ്റെ ശുശ്രൂഷ ഇപ്പോഴാണ് നടക്കുന്നത്. പരിശുദ്ധാത്മാവ് മാളിക മുറിയിൽ വന്നത് മുതൽ കർത്താവ് തൻ്റെ മണവാട്ടിയെ കൊണ്ടുപോകുന്നതിനിടയിൽ നടക്കുന്നതാണ് ദൈവപുത്രൻ്റെ ശുശ്രൂഷ. യവൻ മുൻകണ്ടിരിക്കുന്നു, വെളിപ്പാടുള്ളവനാ. ഇതുപോലെയാണ് ആ സെറോഫിനിക്കൽ സ്ത്രീ.
കുട്ടികൾ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവൾ എന്താ പറഞ്ഞത്? ദാവീദ് പുത്ര എന്ന് വിളിച്ച്, കർത്താവേ എന്നും വിളിച്ചു. 1000 ആണ്ട് വാഴ്ചയിൽ വരാൻ പോകുന്ന ദാവീദ് പുത്രനും ഈ ഭൂതമെന്ന് പറഞ്ഞ് ഈ പള്ളിപ്രമാണിമാർ തള്ളിക്കളയുന്ന നീ തന്നെയാണെന്ന് വെളിപ്പെട്ട ഒരു സ്ത്രീയാണ്. പാപി. ബർത്തിമായി വിളിച്ച്, കുരുടൻ, അവൻ കാഴ്ചയില്ല, പക്ഷെ കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞ് അവരെന്ത് വിളിച്ചു? ഭൂതമെന്ന്. കാഴ്ചയില്ലാത്ത ബർത്തിമായി വിളിച്ച്, കർത്താവേ ദാവീദ് പുത്ര. അത് യേശുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയുള്ള വെളിപ്പാടാണ്. ദേ ഇവിടെ ഈ നഥനീൽ പറയുന്നു, നീ ദൈവപുത്രൻ, അതായത് ആത്മാവ് വഴി നിർത്തുന്ന യേശുവെ നീ തന്നെ ഉയർത്തെഴുന്നേറ്റ് തിരികെ വരും. ആ വാക്യങ്ങൾ ഞാൻ താഴെ എടുക്കുന്നുണ്ട്. ഈ യേശു ക്രിസ്തു ശരീരത്തിൽ വന്നിട്ട് ശരീരവുമായി അർക്കപ്പെട്ട കുഞ്ഞാട് യാഗവസ്തു സ്വർഗീയിടങ്ങളിൽ ആക്കിയിട്ട് ആ അകത്തിരുന്ന ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവായി വരുന്നത്. അതിൻ്റെ വചനം താഴെ എടുക്കുന്നുണ്ട്. യേശുവിടെ പറഞ്ഞു, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പോൾ നീ ഇസ്രായേലിൻ്റെ രാജാവ്. നോക്കൂ, ഇസ്രായേലിൻ്റെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവ. ശ്രദ്ധിച്ചോളാം താഴോട്ട് പറയുന്ന വാക്യങ്ങൾ. മത്തായി 27:11. എന്നാൽ യേശു നാടുവാഴിയുടെ മുമ്പാകെ നിന്നു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. എന്തു പറയണം? ഇന്നത്തെ ഭൂമിയിലെ സകല പണ്ഡിതന്മാരും ജ്ഞാനികളും ശാസ്ത്രിമാരെ പോലെയാണെങ്കിൽ യേശു എന്തു പറയണം? ഞാനല്ല, എൻ്റെ പിതാവാണ് ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് പറയണം. യേശു അങ്ങനെയല്ല പറഞ്ഞ. യേശു കള്ളം പറയില്ല. ലാവണ്യ വാക്കല്ലാതെ അവൻ്റെ വായിന്ന് ഒരു ഭോഷ്കം വന്നിട്ടില്ല. യേശു പറയാണ്, അതെ ഞാനാകുന്നു. നഥനീൽ കണ്ട കാഴ്ച അവിടെ പറയാണ്, അറ്റസ്റ്റ് ചെയ്യാണ്, ഇസ്രായേലിൻ്റെ രാജാവോ അതെ ഞാനാകുന്നു. ഇണവചനം വേണമല്ലോ, തൊട്ട് താഴെ വീണ്ടും നോക്കും. യോഹന്നാൻ 18:37. പീലാത്തോസ് അവനോട് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ ചോദിക്കുകയാണ്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. ആരുടെ രാജാവ്? ഇസ്രായേലിൻ്റെ രാജാവ്, സൈന്യങ്ങളുടെ യഹോവ, യഹൂദന്മാരുടെ രാജാവ് ഒരുവനേ ഉള്ളൂ. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലിൻ്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ ഞാൻ തന്നെ, മറ്റൊരുത്തനുമില്ല, ഞാൻ ഒരുത്തനെ അറിയുന്നില്ല. എനിക്ക് മുൻപായി ഒരു ദൈവമില്ല, എനിക്ക് പിൻപായി ഒരു ദൈവമില്ല, എനിക്ക് സമനായ ആരുമില്ല, ഞാൻ മറ്റൊരുത്തനെയും അറിയുന്നില്ല, ഞാൻ തന്നെ, ഞാൻ മാത്രം രക്ഷിതാവ്. യെശയ്യാ പ്രവാചകൻ 43:11 വായിച്ചു നോക്കൂ. ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവില്ല. ആ യഹോവയായ രക്ഷിതാവ് തന്നെയാണ് ശരീരധാരിയായി ഭൂമിയിൽ വന്ന യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്. അത് വെളിപ്പെടുത്തി തരാനാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ആത്മാവിനാൽ പ്രചോദിതനായെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് വെളിപ്പെടുത്തി തരികയും നീ പുത്രൻ എന്ന നിങ്ങൾക്ക് പിന്നെ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ പിതാവായിരുന്നും പുത്രനായിരുന്നും പരിശുദ്ധാത്മാവെന്ന് അറിയാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ 3 പേരെന്ന് തന്നെ പറയും. ഇത് 3 പേരെന്ന് പറയുന്നിടത്ത് എന്ത് മനസ്സിലായി? പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല, ദൈവമക്കളല്ല. അപ്പോൾ ഞാനിവിടെ നിർത്തുന്നു. അടുത്ത ഭാഗം അടുത്തതിൽ പറയാം. അപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവാണ് യേശു ക്രിസ്തു നമുക്ക് മനസ്സിലായി. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.